ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അൽഹംദുലില്ലാ ഒന്നാമത്തെ നോമ്പ് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിന്. അപ്പോൾ ഇത് നമ്മളെ ഒന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചെറിയ സൂക്കേടെല്ലാം പിടിച്ചുകൊണ്ട് സൗണ്ടിന് ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. കാര്യം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തണുപ്പുള്ള സാധനങ്ങൾ കുടിക്കുകയും ചെയ്ത്. അപ്പോൾ അതുകൊണ്ടെല്ലാം കൂടി വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ രാവിലെ ഒരു 4:45 ആ ഒരു സമയമാകുമ്പോൾ എണീച്ചിന് കേട്ടോ. കാര്യം ഇവിടെ നേരത്തെ ബാങ്കാണ്. അപ്പോൾ എന്തെങ്കിലും എല്ലാം വെള്ളം കുടിക്കാമെന്നിട്ട് വിചാരിച്ചിട്ട് എണീച്ചതാണ്. ഫുഡൊന്നും എന്തായാലും കഴിക്കൂല, ഞാൻ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കലില്ല. പിന്നെ സുന്നത്തായതുകൊണ്ട് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വിചാരിച്ചിട്ട് എണീച്ചേനു. ബട്ട് വെള്ളവും കുടിച്ചിട്ടില്ല കേട്ടോ. കാര്യം എണീക്കുമ്പോഴത്തേക്കിന് ബാങ്ക് കൊടുത്തിനേനു. പിന്നെ നേരെ പോയി ഫ്രഷ് ആയാലെല്ലാം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങും കേട്ടോ. ആ സമയത്ത് വേറെ പണിയൊന്നും എടുക്കൂല. നിസ്കാരം ഒത്തെല്ലാം കഴിഞ്ഞാൽ അന്നേരം ഉറങ്ങും. പിന്നെ ഞാനൊരു 10 മണിയെല്ലാം കഴിഞ്ഞ് 10 മണിയല്ല ഒരു 11 മണിയെല്ലാം ആകുമ്പോൾ പിന്നെ എണീക്കുക. കാര്യം ആ സമയത്ത് മോൻ എണീക്കും. എന്നിട്ട് പിന്നെ ഓൻ്റെ കൂടെ തന്നെ ഞാനും എണീക്കും. എന്നിട്ട് പിന്നെ ഇതാ മോനെല്ലാം ഫ്രഷാക്കി ഓനക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയേന്. പിന്നെ ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ ഇക്കാൻ്റെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളെല്ലാം മാറിന്. അതുകൊണ്ട് അധിക സമയമൊക്കെ റൂമിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മോന് എണീച്ചാലും പണിയെല്ലാം മെല്ലെ മെല്ലെ അങ്ങ് നടക്കും. ഞാൻ ആദ്യമെല്ലാം നോമ്പിൻ്റെ സമയത്ത് അസർ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് ഇറങ്ങുക. കാര്യം അത്രയും പണി ഉണ്ടാവും. പിന്നെ ബാങ്കെല്ലാം ലേറ്റ് ആയിരിക്കും. അതുകൊണ്ടെല്ലാം ഇപ്പോൾ എന്ന് വെച്ചാൽ മോന് നല്ലപോലെ നിൽക്കുന്ന സമയത്ത് തന്നെ ഏകദേശം പണിയെല്ലാം തീർക്കും. പിന്നെ വെച്ചാൽ ബാങ്കും നേരത്തെയാണ് കേട്ടോ. ഇവിടെ ഒരു 5:30 ആ ഒരു സമയത്ത് തന്നെ ബാങ്കാണ്. അതുകൊണ്ട് പിന്നെ പണിയെല്ലാം വേഗം തീർക്കും. പിന്നെ ഫസ്റ്റ് കുറച്ച് നോമ്പിന് ഒരു 2-3 കടി എന്തായാലും ഉണ്ടാവും. പിന്നെ കുറഞ്ഞ് വരും കേട്ടോ. കാര്യം പിന്നെ നമുക്ക് കടിയെല്ലാം തിന്ന് ഒരു മടുപ്പ് വരുമല്ലോ. അന്നേരം പിന്നെ ഒന്നിലെല്ലാം അങ്ങ് ചുരുക്കും. ഇന്നിപ്പോൾ ഇതാ ഉന്നക്കായും സമൂസയും പിന്നെ ബ്രെഡ് കൊണ്ടൊരു പോളയാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ പ്ലാൻ ആക്കിയിട്ട് ഓരോന്ന് ചെയ്ത് വെക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതെല്ലാം പെട്ടെന്ന് തീരുമാനിക്കുന്നതാണ്. എന്താ കടിയെന്നെല്ലാം ആക്കുന്ന ആ സമയത്ത് അങ്ങനെ തീരുമാനിക്കുന്നതാണ്. സമൂസ പിന്നെ ആദ്യം തീരുമാനിക്കും കേട്ടോ. കാര്യം ഓൾമോസ്റ്റ് നോമ്പിനും സമൂസ എനിക്ക് നിർബന്ധമാണ്. കാര്യം അതില്ലാണ്ടൊരു നോമ്പൊരു ഫുൾഫില്ലാകാത്ത പോലെയാണ് എനിക്ക്. അതുകൊണ്ട് പിന്നെ സമൂസ എന്തായാലും ആക്കൂ. എന്നിപ്പോൾ ഇത് ആദ്യം ഉന്നക്കായൻ്റെ ഫില്ലിങ് ആടാക്കി വെച്ച് ഉന്നക്കായ് ഞാൻ ഉള്ളിൽ മുട്ടയും തേങ്ങയും വെച്ചിട്ടുള്ള ഫില്ലിങ് ആണ് കേട്ടോ ആക്കുന്നത്. എൻ്റെ നാട്ടിൽ ശരിക്കും ഇതില്ല. എൻ്റെ നാട്ടിൽ തേങ്ങ മാത്രമാണ് ആക്കൽ. ബട്ട് ഇക്കാൻ്റെ നാട്ടിൽ ഈ ഒരു മുട്ടൻ്റെ ഫില്ലിങ് ആണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇപ്രാവശ്യം അതാണ് ആക്കിയത്. ശരിക്കും എനിക്ക് ഈ ഉന്നക്കായ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് ഉള്ളിൽ എന്ത് ഫില്ലിങ് ആയാലും ഉന്നക്കായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഉരുട്ടിയെടുക്കാൻ എനിക്ക് കുറേ സമയം വേണം. അറിയാൻ ഉരുട്ടാൻ ബട്ട് കുറേ സമയം വേണം കേട്ടോ. അതുകൊണ്ട് 1.5 മണിക്കൂർ അതിന് തന്നെ പോയിന്. പിന്നെ ഇതിപ്പം ബ്രെഡിൻ്റെ പോളയാക്കാൻ വേണ്ടിയിട്ട് മുട്ടയെല്ലാം മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ സമൂസൻ്റെ ഫില്ലിങ് കൊണ്ട് തന്നെയാണ് ആക്കുന്നത് കേട്ടോ. അതിനായിട്ട് വേറെ ഫില്ലിംഗ് ഒന്നും ആക്കിയിട്ടില്ല. കാര്യം അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ സമൂസൻ്റെ ഫില്ലിങ് കുറച്ച് കൂടുതലാക്കിയിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെയാണ് ആക്കുന്നത്. ഇതിപ്പം മുട്ടയും ബ്രെഡും പാലും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും കൂടി മിക്സിയിൽ അരച്ചിട്ട് കുറച്ച് സമയം ആവിക്ക് വെക്കും. ഒരു 10 മിനിറ്റ് വെക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫില്ലിങ് ഇട്ടിട്ട് പിന്നെയും ബാക്കി വന്ന മിക്സ് ഒഴിക്കും. അങ്ങനെ അതവിടെ 10 മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ട് ഞാനിതാ കസ്റ്റാർഡിന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഫ്രൂട്ട് സലാഡ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് സെറ്റായതിന് ശേഷം ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് കുറച്ച് അധികം തന്നെ വേണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്കി നോക്കിയത്. ടേസ്റ്റ് ഉണ്ട് ബട്ട് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. എന്താ പറയുക, എല്ലാവർക്കൊന്നും പിടിക്കില്ല. കാര്യം എനിക്ക് പൊതുവേ ഈ ബ്രെഡിൻ്റെ ചുവയൊന്നും വലിയ ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് 1 ടൈം ട്രൈക്കെല്ലാം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിടുന്നുണ്ട്. ഇതിപ്പം ആപ്പിളും പിയറും പഴവും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ജ്യൂസെല്ലാം അടിച്ച് അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഫൈനലാവുമ്പോൾ നമുക്കൊരു റഷ് തന്നെയാണല്ലോ. പിന്നെ ഓരോന്നെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും തന്നെയുള്ളൂ. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.